ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ഹരികുമാറിന് മനോരോഗമില്ലെന്ന് സൈക്കാട്രി വിദഗ്ധർ. ഹരികുമാറിനെ ചോദ്യം ചെയ്തതിന് ബുദ്ധിമുട്ടില്ലെന്നും അന്വേഷണ സംഘത്തിന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് മാനസിക രോഗമില്ലാതെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ദുരൂഹത നീക്കാൻ കൃത്യമായൊരു ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നു അന്വേഷണ സംഘം, അല്ലേ? തീർച്ചയായിട്ടും വിനീത, വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് വീണ്ടും ഒരു ആശ്വാസം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ മാസം 4-ാം തീയതിയാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങണം എന്നുള്ളൊരു അപേക്ഷ നൽകുകയും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരു ശ്രമം പോലീസ് നടത്തിയിരുന്നു. പക്ഷേ അത് ഒരു മങ്ങലേറ്റിരുന്നു. കാരണം ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ അഡ്വക്കേറ്റ് സോജന എസ് മുഹമ്മദ് പ്രധാനമായും കോടതിയിൽ വാദിച്ചത് ഈ ഹരികുമാറിന് മാനസിക രോഗമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങിയാൽ മാത്രമേ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടാനായിട്ട് ഒരു അനുവാദം നൽകാൻ കഴിയൂ എന്നുള്ളൊരു വാദമായിരുന്നു പ്രധാനമായും പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് വാദിച്ചത്. അത് പ്രകാരമാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 3-ാം കോടതിയിലെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഷിജു AF ഈ അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശിക്കുകയായിരുന്നു പ്രതിയെ ഒരു വിദഗ്ധമായിട്ടുള്ളൊരു മാനസിക രോഗ വിദഗ്ധനെ കാണിച്ചുകൊണ്ട് ഒരു വിശദമായിട്ടൊരു പരിശോധന നടത്തി എത്രയും വേഗം ഒരു സർട്ടിഫിക്കറ്റ് 3 ദിവസമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോടതിക്ക് നൽകണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇത് പ്രകാരം 3 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ഈ ഹരികുമാറിനെ പരിശോധിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ സൈക്കാട്രി വിഭാഗം പോലീസിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഹരികുമാറിന് ഏതൊരുവിധ മാനസിക രോഗവുമില്ല. ഈ തുടക്കം മുതൽ തന്നെ ഹരികുമാർ ഉയർത്തിയ ഒരു വാദം തനിക്ക് ഒരു മാനസിക രോഗമുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രകാരം ഇപ്പോൾ നിലവിൽ വിനീത 12-ാം തീയതി വരെ ഈ പോലീസിന് നിലവിൽ ഹരികുമാറിനെ ഈ കേസുമായി ഹരികുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുള്ളത്.